അയ്യോ ദൈവമേ, ആകെ കുഴപ്പമായല്ലോ. ജയന്റെ റൂമിലും ഉണ്ട്. ചേച്ചി ദേ അവിടേക്ക് പോവുകയും ചെയ്യുന്നു. എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചേച്ചി ചേച്ചി ഒരു മിനിറ്റ്. എന്തു പറ്റി? അല്ല, ചേച്ചി എന്തിനാ സ്റ്റെപ്പ് കയറി കഷ്ടപ്പെടുന്നേ? ചേച്ചി തിരിച്ചു പോയിക്കോ. ഞാൻ ആനന്ദിനെ വിളിച്ച് താഴേക്ക് വന്നോളാം. അത് സാരമില്ല. ഏതായാലും ഞാൻ ഇവിടം വരെ വന്നില്ലേ, ഞാൻ പോയി നോക്കിക്കോളാം. നീ പൊയ്ക്കോ. ആനന്ദേട്ടാ, ആനന്ദേട്ടനെ കാണാൻ എന്തു ഭംഗിയാ. താടി വെച്ചാ പൃഥ്വിരാജനെ പോലെ ഇരിക്കും. ഞാനൊരു സത്യം പറയട്ടെ, ആനന്ദേട്ടനെ കണ്ടതിന് ശേഷം എനിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. പ്ലേറ്റിൽ ആ മുഖമാ കാണുന്നത്. ദൈവമേ, ജീവനോടെങ്കിലും തിരികെ വിട്ടാ മതിയായിരുന്നു. പോയിട്ട് കുറെ നേരം ആയല്ലോ. എന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ കണ്ണാടി നോക്കുമ്പോ ആനന്ദേട്ടന്റെ മുഖമാ തെളിയുന്നത്. എന്തിനാ ആനന്ദേട്ട എന്റെ രാത്രി കട്ടോണ്ട് പോയത്? ഞാനൊരു പാവ പെൺകുട്ടിയല്ലേ. എന്തിനാ എന്റെ ഹൃദയത്തിനെ പ്രേമം കൊണ്ട് തളർത്തുന്നേ? എന്താ ആനന്ദേട്ട ഒന്നും മിണ്ടാത്തെ? ഇവളെന്താ ഇങ്ങനെ? ജയന്തി, അടങ്ങി കിടക്കടി. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. അതെ, നിന്നെ കാരണം ഇപ്പൊ ഞാനും വാങ്ങിച്ചു കൂട്ടിയനെ. ഇനി ഇത് ആവർത്തിക്കരുതെന്ന് എനിക്ക് വാണിംഗും തന്നിട്ടാ അഖിലേച്ചി പോയിരിക്കുന്നത്. അതറിയോ നിനക്ക്? മതി മതി. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ റൂമിൽ ആനന്ദ് ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? എന്താ ചോദിച്ചത്? അച്ഛന്റെ കാര്യമാണോ? അച്ഛൻ ഇപ്പം പഴയ പണിക്ക് തന്നെയാ പോകുന്നത്, സെക്യൂരിറ്റി ആയിട്ട്. അയ്യോ, ബാങ്കുകാര് ATM സെക്യൂരിറ്റി ആയിട്ട് വിളിച്ചിട്ടുണ്ട്. പോവോന്നറിയില്ല ഇതുവരെ. അയ്യോ, അതല്ലടി. മുറിയിൽ ആനന്ദ് ഇല്ലായിരുന്നല്ലോ. പിന്നെ നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. കൊള്ളാം. 4 പശു, 3 ആട്, 12 കോഴി. ഇതിനെല്ലാം കളഞ്ഞിട്ട് അമ്മയും കൂടി വരാനോ? 4 പശു, 3 ആട്, 12 കോഴി. ഇതിനെല്ലാം കളഞ്ഞിട്ട് അമ്മയും കൂടി വരാനോ? അത് നടക്കുന്ന കേസൊന്നും അല്ല ആന്റി. ആന്റി വേറെ വല്ല കാര്യം പറയാൻ നോക്ക്. അയ്യോ ദൈവമേ, ചതിച്ചല്ലോ. അഖിലേച്ചി കൊടുത്ത അടിയില് ഇവളുടെ ചെവിയുടെ സ്പീക്കർ അടിച്ചു പോയെന്നാ തോന്നുന്നേ. ശരി ആന്റി, ചെവിക്കുള്ളിൽ വണ്ടുകൾ കടിപിടി കൂടുന്ന പോലെ കിറുന്നൊരു ശബ്ദം. അയ്യോ, പോയി പോയി. ഇനി ഉറപ്പിക്കാം, ഇവളുടെ 2 ചെവിയുടെ സ്പീക്കർ പോയി. ഈശ്വരാ,
അല്ലാതെ തന്നെ ഇതിനെ കെട്ടിച്ചു വിടാൻ പാടാ. ഇപ്പൊ കാതും കൂടി കേൾക്കില്ലെന്ന് വെച്ചാ അയ്യോ, ഇനി ഞാൻ ഏട്ടനോട് എന്ത് മറുപടി പറയും? പുട്ടാണോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാത്രി അല്ലേലും പുട്ടും കടലയാണ് നല്ലത്. എനിക്കൊരു 2.5 കുറ്റി മാറ്റി വെക്കാൻ പറഞ്ഞാ മതി. അയ്യോ, എന്റെ ദൈവമേ, ജീവിതം ഉണ്ടാക്കാൻ പോയവള ഇപ്പൊ ഉള്ളതും കൂടി കളഞ്ഞിട്ട് വന്നേക്കുന്നു. ആ, അത് നല്ലതാ ആന്റി. 2 പഴവും കൂടെ ഉണ്ടെങ്കിൽ അത് ഉഷാറാവും. അയ്യോ, പാളയംതോടൻ മതിയേ, പാളയംതോടൻ. അയ്യോ, ജയന്തി, ആ, ഇതാരാ സൈലന്റ് ആക്കിട്ടെ? ഹലോ ഹലോ. ഈശ്വരാ, ഓരോരുത്തന്മാരും ഫോണും വിളിച്ചിട്ട് മിണ്ടാതങ്ങിരുന്നോളും. ഹലോ 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 ഹലോ. എന്റെ ദൈവമേ, എന്തൊക്കെ മോഹങ്ങളായിരുന്നു. ഇവളിപ്പോ ആനന്ദിനെ കെട്ടും, ഞാൻ തൃച്ചംബരത്തെ മഹാറാണിയാവും, അഖിലാണ്ടേശ്വരിയെ പിച്ചക്കാരിയാക്കിയിട്ട് തെരുവിലിട്ട് ഉരുട്ടും. എല്ലാം പോയേ പോച്ച്. കല്യാണി മോളെ, എന്താ അച്ഛാ? ആ മോളെ, കട്ടൻ റെഡിയായില്ലേ ഇതുവരെ? വെള്ളം വെച്ചിരിക്കുക. ദോശ ഇപ്പൊ ചുട്ട് കഴിഞ്ഞേ ഉള്ളൂ. ശരി ശരി, വാ മോളെ ഇരിക്കേ. ആനിയും കുട്ടനും ഉറങ്ങിയോ? പഠിച്ചു പഠിച്ച് ഉറങ്ങിപ്പോയി. പാവം. ആ അച്ഛാ, അച്ഛന്റെ മോനെ ക്ലാസ്സിൽ ഫസ്റ്റാ. ഇന്ന് ഞാൻ അവന്റെ ടീച്ചറിനെ പോയി കണ്ടിരുന്നു. കാര്യം കുറച്ച് വികൃതതരമൊക്കെ ഉണ്ടെങ്കിലും അവൻ പഠിച്ചൊരിടത്ത് എത്തുവച്ചാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ, പഠിക്കാൻ നീയും പിന്നോട്ടല്ലായിരുന്നല്ലോ. എന്റെ മോൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള സാഹചര്യം കിട്ടാതെ പോയത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ നീ ഇന്ന് എവിടെ നിൽക്കേണ്ട കുട്ടിയായിരുന്നു. ഓ, വെറുതെ സെന്റി ഡയലോഗ് ഒന്നും അടിക്കില്ല അച്ഛാ. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ പഠിച്ചെങ്കിൽ ഡോക്ടറായി പോയനെ. അച്ഛൻ വിളിച്ച കാര്യം പറഞ്ഞേ. അല്ല, ഇന്നെന്താ ഈ ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട്? അച്ഛനെന്താ കവിത എഴുതാൻ പോവാണോ അതോ നോവലോ? കഥയും കവിതയും നോവലും ഒന്നുമല്ല, ഇത് ജീവിത. ഇടത്തരക്കാരായ ഓരോ അച്ഛനും അമ്മയും മക്കളുടെ കല്യാണത്തിനു മുമ്പ് ഓരോ പുസ്തകം തുറന്ന് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. കല്യാണത്തിന്റെ ചെലവും കാര്യങ്ങളൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയാ. അമ്മയില്ലാത്തത് കൊണ്ട് ഇവിടെ അച്ഛനൊറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാത്തിനും ഓടാൻ. ആ ദാ, മോളൊന്ന് കുറച്ച് സഹായിച്ചെന്നേ. അച്ഛൻ ഐറ്റംസ് പറയാം. കല്യാണ ലെറ്റർ ഒരു 500 എണ്ണമെങ്കിലും മിനിമം. പിന്നെ ഓഡിറ്റോറിയം, ഏതെങ്കിലും അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ NSSന്റെയോ SNDPയുടെയോ ഹാളായാലും മതി. പിന്നെ സ്വർണം, അത് മേഡം നോക്കിക്കോളൂ. പിന്നെയുള്ളത് സദ്യ. ആ, സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. അനിയൻകുട്ടിന് നിർബന്ധാട്ടോ ചേച്ചിയുടെ കല്യാണത്തിന് 3 തരം പായസം വേണമെന്ന്. ഒന്നാട, പിന്നെ കടല. 3ാമത്തെ പായസം ഏതാണെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചാ മതി. ആ, ഷെബീറ നാട്ടീന്ന്. ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. നീ കട്ടൻ റെഡിയായി നോക്കിയേ. ആ ഹലോ ഷെബീറേ. ആ ദാസേട്ടാ, ദാസേട്ടൻ വിളിച്ചപ്പോഴേ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ആ പറ ദാസേട്ടാ. ഒരു കാര്യമില്ലാതെ ദാസേട്ടൻ വിളിക്കാറില്ലല്ലോ. ആ ഷെബീറേ, നാട്ടിൽ കിടക്കുന്ന ഞങ്ങളുടെ ആ വീടും വസ്തുവും ഒന്ന് വിൽക്കാൻ തീരുമാനിച്ചു. കല്യാണിയുടെ കല്യാണമൊക്കെ ആയി വരുന്നു, നല്ല ചെലവ് വരിക. എത്ര സെന്റാ ദാസേട്ടാ അത്? ലോറി പ്ലോട്ട് അല്ലേ? അതെ അതെ, ഒരുപാടൊന്നുമില്ല, ഒരു 5 സെന്റും വീടുവാ. വീടിന് വില കാണുമെന്ന് തോന്നുന്നില്ല, ഒക്കെ ദ്രവിച്ചിരിക്കുക.
അത് ശരി. ദാസേട്ടനപ്പോ ഈ നാടൊക്കെ അങ്ങ് മൊത്തത്തിൽ വിട്ടുപോകാൻ തീരുമാനിച്ചല്ലേ? ഓ അങ്ങനെയൊന്നുമില്ല. ഇനി വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഷബീറെ. അറിയാലോ കാര്യങ്ങള്. ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിച്ചാല് ഒന്നും കൈ നിൽക്കാത്ത അവസ്ഥയാ. അറിയാൻ ദാസേട്ടാ, പക്ഷേ സെന്റിന് 3 ലക്ഷം വിലയുണ്ടായിരുന്ന സ്ഥലം അത് ഇന്നിപ്പോ 1.5 കിട്ടിയ ഭാഗ്യമെന്ന് പറയാം. അറിയാലോ, ഇപ്പൊ വസ്തു കച്ചവടമൊന്നും അധികം നടക്കുന്നില്ല. ഏതായാലും വീടും വസ്തുവും ചേർത്ത് എങ്ങനെയെങ്കിലും ഒരു 10 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. ആ ഷബീറെ, 10 ലക്ഷമെങ്കിൽ 10. ഏതായാലും പെട്ടെന്ന് വേണം. കല്യാണം വന്നിങ്ങ് തലേ കയറി നിൽക്കുക. ഒടുവിലോടിയ മുഴുക്കൂല. അത് ഞാൻ ഏറ്റു ദാസേട്ടാ. ഏതെങ്കിലും ഒരു പാർട്ടിയെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ വിളിക്കാപ്പോ. ആ ശരി. എന്നോട് ക്ഷമിക്കൂ സുധേ. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. വേണ്ടച്ച, ആ വീടും വസ്തു വിൽക്കരുത്. നാട്ടിലുള്ള നമ്മുടെ ഏക സമ്പാദ്യം അത്. എന്റെ അമ്മയെ അടക്കം ചെയ്ത മണ്ണ്. അത് വിറ്റിട്ട് കല്യാണിക്കൊരു കല്യാണം വേണ്ടച്ച. എന്റെ അച്ഛൻ്റെ ഈ നെഞ്ചിലെ പെടച്ചിൽ എനിക്ക് കാണാം. അത് മറന്നിട്ട് ഏത് പുതിയ ജീവിതം ആരംഭിച്ചാലും ഈ കല്യാണിക്ക് ഒരു ഗതിയും കിട്ടില്ല. എനിക്ക് ഈ കല്യാണം വേണ്ട. ഞാനിങ്ങനെ നിന്നോളാം ഇവിടെ. ഏയ്, എന്റെ മോള് വിഷമിക്കാതെ. നിന്റെ അമ്മ എല്ലാം കാണുന്നുണ്ട് അവിടെ ഇരുന്ന്. അമ്മയെ അത് വിൽക്കാൻ എന്നോട് പറഞ്ഞെന്ന് കൂട്ടിക്കോ. ഈ ഇടപാട് നടന്നാലേ അച്ഛന്റെ കയ്യിൽ കാശ് വരും. വേണ്ട. എനിക്ക് വന്ന ആദ്യത്തെ കല്യാണാലോചന അച്ഛനറിയാലോ. എന്നെ കൊണ്ട് കാശുകാരനാവാനാ അയാൾ എന്നെ കല്യാണം കഴിക്കാൻ വന്നത്. സ്ത്രീധനം കൊടുത്തിട്ടുള്ള കല്യാണമൊന്നും എനിക്ക് വേണ്ടച്ചാ. പണം മോഹിച്ചു വരുന്നൊരു ചെറുക്കനെയല്ല, മറിച്ച് പെണ്ണിനെ മോഹിച്ചു വരുന്ന നട്ടലുള്ള ഒരു ആൺചെറുക്കനെയാ കല്യാണിക്കിഷ്ടം. അങ്ങനെ ഒരാൾ വരുമ്പോ മതി കല്യാണിക്ക് കല്യാണം. തൽക്കാലം എന്റെ അച്ഛൻ ഈ കട്ടം കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇവിടുത്തെ സ്റ്റാഫിന്റെ പെൺകുട്ടികളുടെ കല്യാണ ചെലവ് മുഴുവൻ മേഡവാ കൊടുക്കുന്നേ. പക്ഷെ ആ വിലാസിനി മേഡത്തിന്റെ കുത്തുവാക്ക് കേൾക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. അതാ മേഡത്തിനോട് ചെന്ന് എല്ലാം പറയാൻ പറ്റാത്തത്. ആ രാമേന്ദ്രൻ പിള്ളേരെടുത്ത് അച്ഛൻ 1 ലക്ഷത്തിന്റെ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ട്. 2 തവണയെ അടച്ചിട്ടുള്ളൂ. എന്നാലും പിടിക്കാം. പിന്നെ നാട്ടിലെ ആ വസ്തുവും കൂടി വിൽക്കുമ്പോ എല്ലാം നടത്താം. ആ മോള് വാ, നമുക്ക് ബാക്കിയും കൂടി എഴുതാം. എനിക്ക് ഉറക്കം വരുന്നു. അച്ഛൻ പോയി കൈ കഴുകിട്ട് വാ. ഞാൻ ആഹാരം വിളമ്പാം. എന്റെ ആറ്റുകാലമ്മേ, എന്റെ അമ്മയെ അടക്കം ചെയ്ത മണ്ണ് കൈവിട്ട് പോവാതെ കാത്തോളണേ. ഈ കല്യാണി മുടങ്ങാതെ പൊങ്കാലിട്ടുള്ളമേ. വന്നിട്ട് ഇപ്പോഴാ അഖിലാന്റിന്റെ റൂമിലൊന്ന് വരാൻ പറ്റിയത്.
എന്തൊരു തണുപ്പ്. ആ. ഓ, എന്തോരം വലിയ റൂമാ. ഭയങ്കര സെറ്റപ്പ് തന്നെ. നമ്മുടെ ആന്റിയുടെ റൂമൊന്നും ഇതിന്റെ 7 അയൽവക്കത്ത് വരില്ല. പാല്. അഖിലാന്റി ഓരോ ദിവസം ഓരോ സാരിയില് ഉടുക്കുന്നത്. ഹോ, അപ്പൊ എത്ര സാരി കാണും? എന്റെ ദൈവമേ, ചിന്തിക്കാൻ കൂടി വയ്യ. ഒരു സാരി കൂമ്പാരമായിരിക്കും. ആ, അപ്പൊ ഇവിടെയാണ് അലമാര. എന്റെ പൊന്നു. അയ്യോ, എന്തോരം സാരികളാ. അടുത്തിവിടെ എന്തായിരിക്കും? ഇതിനകത്ത് എന്താ ഒരു സാധനം? ഇതിനകത്ത് എന്താ നോക്കണമല്ലോ. ഇത്രയും സ്വർണ്ണാഭരണങ്ങളോ? ദൈവമേ, കണ്ണ് മഞ്ഞളിക്കുന്നു. സിനിമയിൽ പോലും കണ്ടിട്ടില്ല ഞാൻ ഇത്രയെണ്ണം. ഇതെന്തുവാ? എനിക്ക് വയ്യ. വള. ഹായ്. ആ, ഇത് കൊള്ളാം. അയ്യോ മാഡം, ഇതൊക്കെ എവിടെ നിന്നെടുത്തു? അലമാരയെന്ന് എന്തു പറ്റി? മാഡം, ഇതൊന്നും ആരും എടുക്കാൻ പാടില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറുന്ന മൂത്ത മരുമകൾക്ക് ഇടാനുള്ളതാ ഇതൊക്കെ. അഖില മാഡം കണ്ട തീർന്നു. ഞാൻ ആരാന്ന നിന്റെ വിചാരം? എടി, ഞാൻ ആടി ആനന്ദേട്ടനെ കെട്ടാൻ പോകുന്നത്, മനസ്സിലായോ? ഇവിടത്തെ മൂത്ത മരുമകൾ ഞാനാണെന്ന്. വന്നിരിക്കുന്നു അവളെ എന്നെ പഠിപ്പിക്കാൻ. അയ്യോ മാഡം, ഈ കസേരയിലൊന്നും ഇരിക്കരുത്. ഇത് അഖില മാഡം ഇരിക്കുന്ന കസേരയാ. നീ എനിക്ക് ഉപദേശം തരണ്ട, മനസ്സിലായോ? ദേ നോക്ക്, നീ എനിക്ക് ആ ആഭരണങ്ങളൊക്കെ എടുത്തിട്ടാ. എനിക്ക് വയ്യ, ഞാൻ പോകുന്നു. കല്യാണി നിക്ക്.
നീ ഇവിടുത്തെ ജോലിക്കാരിയാണെന്നുള്ള ഓർമ്മ വേണം. നീ എനിക്ക് ഇതൊക്കെ ഇട്ട് തരുന്നോ അതോ വിലാസിനി ആന്റിയോട് ഞാൻ പറയണോ? പെട്ടെന്നാവട്ടെ. ഇതൊക്കെ ഇട്ട് എനിക്കൊരു സെൽഫി എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കേണ്ടതാ. പെട്ടെന്ന്. പിടിക്ക്. ഇതാദ്യം എടു.